തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ വരാൻ എല്ലാ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പ്രസ് ക്ലബ്ബിൽ ജോലി ഉണ്ടായിരുന്ന രാധാകൃഷ്ണനെ ജയിച്ചിട്ടുണ്ട്. കണ്ണമ്മൂല സ്വതന്ത്രനായി നിന്ന് ജയിച്ചു. രാധാകൃഷ്ണനെ മറ്റൊരു സ്വതന്ത്രനുണ്ട്, അദ്ദേഹം കോൺഗ്രസിൻ്റെ ആളാണ്. എന്നാൽ അവർ ചിലപ്പോൾ കിട്ടാൻ സാധ്യത. വിഴിഞ്ഞത്തിന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് 13-ാം തീയതി വരുന്നു. എന്തായാലും വലിയ തോതിൽ BJP വരാനുള്ള സാധ്യത. 50 സീറ്റ് പിടിച്ചല്ലോ. മറ്റവരും എന്തായാലും 2 കൂട്ടരും കൂടി വരാനുള്ള സാധ്യതയില്ല. ഇത് അവർ വന്നാലും 3 കൂട്ടരും കൂടെ 2 കൂട്ടരും പിന്നെ 2 സ്വതന്ത്രരും കൂടെ വന്ന് പിന്നെ ഞറക്കിട്ട് വല്ലാത്ത രൂപത്തിലേക്ക് പോകും. അതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. മാത്രമല്ല ഇപ്പോൾ തൃപ്പൂണിത്തറയിൽ BJP ഒറ്റയ്ക്ക് വന്ന് BJPക്ക് ഭരിച്ചോളാനായിട്ട് CPM കോൺഗ്രസ് സമ്മതിച്ചിരിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയാൽ അത് പിന്നെ അലയൻസിൽ പോയി കഴിഞ്ഞാൽ അത് BJPക്ക് കൂടുതൽ ഗുണം ചെയ്യും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ. അതിലപ്പോൾ BJP തന്നെ വരാനാണ് സാധ്യതയുള്ളത്. BJP വമ്പൻ പദ്ധതികളുമാണ്. 45 ദിവസത്തിനകത്ത് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നേരത്തെ തന്നെ അവർ ചില കാര്യങ്ങൾ അവരുടെ മാനിഫെസ്റ്റോയും ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതൊക്കെ വളരെ മനോഹരമായ കാര്യങ്ങളാണ്. ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത് 1 ലക്ഷം പേർക്കെങ്കിലും തിരുവനന്തപുരം നഗരസഭയിൽ പുതിയതായി തൊഴിൽ കൊടുക്കും. പ്രത്യേകിച്ച് IT മേഖലയിലൊക്കെ വൻ പദ്ധതിയാണ് രാജീവ് ചന്ദ്രശേഖർ പ്ലാൻ ചെയ്യുന്നതെന്നാണ് അറിയുന്നത്. അദാനിയുമായിട്ട് കൂടെ ചേർന്നുകൊണ്ട്, അദാനിക്ക് ഇവിടെ പോർട്ടുണ്ട്, അദാനിക്ക് എയർപോർട്ടിന്റെ നടത്തിപ്പ് അദാനിയാണ്. അപ്പൊ അദാനിയുമായിട്ട് പോർട്ടുമായിട്ടൊക്കെ കൂടെ ചേർന്ന് 1 ലക്ഷം പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കാനുള്ള പുതിയ ഒരു ബാഴ്സലോണ ആക്കണമെന്നുള്ളതായിരുന്നു ശശി തരൂരിന്റെ ആഗ്രഹം. ബാഴ്സലോണ ആക്കിയില്ലെങ്കിലും ഒരു സിംഗപ്പൂർ മോഡൽ വികസനം അല്ലെങ്കിൽ വളരെ മനോഹരമായ ഒരു വികസനം ഇവിടെ നടക്കാൻ സാധ്യതയുണ്ട്. ഇൻഡോറിൽ നിന്നുള്ള ഈ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഇവിടെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. വളരെ വലിയ തോതിലുള്ള ഒരു സിറ്റി ചിലപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ടായേക്കാം. അവർക്ക് പല തടസ്സങ്ങളുണ്ട്. കാരണം സംസ്ഥാന സർക്കാർ ഭരിക്കുന്ന വേറെ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ഈ സ്ഥലം കിട്ടണം, ഉദ്യോഗസ്ഥരുടെ സേവനം കിട്ടണം. അല്ല, കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് മാത്രം ഇത് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ പ്രശ്നമുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ വൻ തോതിലുള്ള വലിയ വികസനമാണ് ഇപ്പോൾ വരാൻ കാത്തിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ അന്താരാഷ്ട്ര വിമാനത്താവളവും പോർട്ടും വിഴിഞ്ഞം പോർട്ടും എല്ലാം കൂടെ ഉള്ളത് കൊണ്ട് വൻ വികസനമാണ് തിരുവനന്തപുരത്തെ കാത്തിരിക്കുന്നത്. അങ്ങനെ വമ്പൻ പ്രഖ്യാപനവുമാണ് നടത്തിയിട്ടുള്ളത്. 1987 അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റി നഗരസഭയിലാണ് ആദ്യമായി BJP ഗുജറാത്തിൽ അധികാരത്തിൽ വരുന്നത്. പിന്നെ അവർ അവിടെ കാണിച്ച മികവ് കൊണ്ടാണ് അവർ സ്റ്റേറ്റ് പിടിച്ചു. ഇത് ഞാനല്ല പറഞ്ഞത്, നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തിരിക്കണം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തതാണ് പറഞ്ഞത്. നമ്മൾ ആദ്യം പിടിച്ചത് 87-ൽ ഗുജറാത്തിൽ പിടിച്ചത് നഗരസഭയാണ്, പിന്നെയാണ് തല പിടിച്ചു, പിന്നെയാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ തലസ്ഥാനം തിരുവനന്തപുരം പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി നമുക്ക് കേരളത്തിൽ കാസർഗോഡുള്ള സ്ഥലങ്ങൾ പിടിക്കാൻ എളുപ്പമാണ്. ഇവിടെ നമ്മൾ വികസനം കാണിച്ചാൽ മതി. വികസിത ഭാരതം, മാറ്റമില്ലാത്തത് മാറും, മാറ്റിയില്ലെങ്കിൽ മാറ്റും, അല്ലെങ്കിൽ പിടിച്ച് മാറ്റും എന്നൊക്കെ പറയുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു പഞ്ച് ഡയലോഗ് ഉണ്ടല്ലോ, എന്തായാലും മാറാത്തത് മാറും, മാറ്റിയില്ലെങ്കിൽ പിടിച്ചു മാറ്റും എന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതിവിടെ സംഭവിച്ചിരിക്കുകയാണ്. എന്തായാലും രാജീവ് ചന്ദ്രശേഖരനും അഭിമാനിക്കാം. നമ്മൾ മിക്കവാറും എല്ലാ കേന്ദ്ര പദ്ധതികളും അമൃത് പോലുള്ള വലിയ വലിയ പദ്ധതികളെല്ലാം തിരുവനന്തപുരത്ത് വരാൻ സാധ്യതയുണ്ട്. എല്ലാം കൂടി വന്നു കഴിഞ്ഞ് ഏറ്റവും ക്ലീൻ സിറ്റി ആയി തിരുവനന്തപുരം മാറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നായ്ക്കളുടെ ശല്യം 1 വർഷത്തിനകത്ത് തീർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗാന്ധിജി പറഞ്ഞ പോലെ ഒരു എവർഗ്രീൻ സിറ്റി ആക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പൊ പറഞ്ഞു കേൾക്കുന്ന അനുസരിച്ച് 1 ലക്ഷം പേർക്കെങ്കിലും പുതുതായി വളരെ വ്യത്യസ്തമായ മേഖലകളിൽ തൊഴിൽ കൊടുക്കും എന്നാണ്. എല്ലാം വരട്ടെ. അങ്ങനെ BJP വികസനം ആര് നടത്തിയാലും വികസനം മതി എന്ന് പറയുന്ന ആളുകളാണല്ലോ നമ്മൾ. കാര്യം രാഷ്ട്രീയത്തിന്റെ പ്രസക്തിയൊന്നുമില്ലല്ലോ, വർഗീയതയും രാഷ്ട്രീയമൊന്നും ഇപ്പൊ ചർച്ചയല്ല. വികസനം വരട്ടെ, അത് ആര് നടത്തിയാലും വികസനമാണ്. അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം തിരുവനന്തപുരം നഗരത്തിന് അടുത്ത 5 വർഷം എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടക്കുമെന്ന്.